എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറമ്പക്ക് വന്നിട്ടുള്ളത് കുറച്ച് കൂവ പറിക്കാനാണ്. കുറേ ദിവസമായി ഞാൻ അങ്ങനെ വിചാരിക്കും കുറച്ച് കൂവ പറിച്ച് കണ്ട് പൊടി ഉണ്ടാക്കിയാലോ. പക്ഷേ ഇത് കുറേ നേരം പിടിക്കുന്ന പരിപാടിയാണ്, കാരണം എനിക്കിന്നെ സമയം കിട്ടുള്ളൂ ഇത് ഉണ്ടാക്കാൻ. അങ്ങനെ ഏതായാലും ഇന്ന് പറിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊട്ടയും കൈക്കോട്ടായിട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ്. പറമ്പൊക്കെ വൃത്തിയാക്കിയത് കാരണം വേഗം പറിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. മറ്റേത് ഈ പറമ്പ് നിറച്ച് കൂവൻ്റെ ചെടിയോട് തിങ്ങി നിൽക്കുകയായിരുന്നു. ഇപ്പം തെങ്ങിനൊക്കെ അതിൻ്റെ വളമിട്ട് ഒക്കെ വൃത്തിയാക്കി ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചേ പറിച്ചെടുത്തിട്ടുള്ളൂ. ഇത് ഒരുപാടായാലും എനിക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും. ഇങ്ങനത്തെ വെള്ള ടൈപ്പ് കൂവ ഞങ്ങളെ വീട്ടിലുള്ളത്. ഇങ്ങനത്തെ അല്ലാത്ത ഒരു ഇഞ്ചി ടൈപ്പ് കൂവുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞങ്ങളെ വീട്ടിൽ വൈകുന്നേരം പുഴുങ്ങിയിട്ടും ഇങ്ങനെ കൂവപ്പൊടി ഉണ്ടാക്കിയത് വിരകിയിട്ടൊക്കെ കഴിക്കാറുള്ളതാണ്. നല്ല ടേസ്റ്റാണിത്. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ കൂവ ഞാനിതൊന്നും ഇങ്ങനെ ചെറുതായിട്ട് അരിയുന്നുണ്ട്. ഇങ്ങനെ അരിയണ എന്തിനാന്ന് വെച്ചാൽ ഞാനത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് കുറേശ്ശെ അരച്ചെടുക്കാൻ എളുപ്പത്തിനാണ് ഞാനിതിങ്ങനെ അരിയണത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇത് ഉരലിൽ ഇടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കൽ. ഇപ്പം ആരും ഉരലൊന്നും ഉപയോഗിക്കണില്ല. അപ്പം നമുക്കിത് മിക്സിയിലിട്ടിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അത് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് ഏകദേശം ഈ രൂപത്തിലായിരിക്കും. ഇനി ഇത് ഞാൻ വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. ഇത് കലക്കി എടുത്തതിന് ശേഷം വേറെ എടുത്ത് കാണുന്ന ഈ വലിയ പാത്രത്തിൽ വെച്ചിട്ട് ഞാനിത് ഒരു നല്ല വൃത്തിയുള്ള വെള്ളമുണ്ടോ അല്ലെങ്കിൽ തോർത്തൊക്കെ വെച്ച് കണ്ടൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ 1 or 2 തവണ ഇതിങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ തുണിയിൽ നമുക്കിതിൻ്റെ ചണ്ടി ആയിരിക്കും ഉണ്ടാവുക. അതിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് വേണ്ട സത്തൊക്കെ താഴത്തുള്ള ഈ പാത്രത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഇവിടെ 2-3 തവണ ചെയ്യുന്നുണ്ട്. 2 പാത്രത്തിലാക്കിയിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതേമാതിരി 2 പാത്രത്തിലാക്കി ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് ചെയ്യുക. പക്ഷെ അത് വലിയൊരു പാത്രം വേണമെന്നുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യം ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോഴേക്ക് ഈ ചണ്ടിലൊന്നും ഇല്ലാതായി തീരും. അങ്ങനെ ഞാൻ ഈ വലിയ 2 പാത്രത്തിലാക്കിയിട്ട് 4-5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതിൻ്റെ താഴേക്ക് കൂവപ്പൊടി അപ്പോൾ ഇറങ്ങി വരും. മുകളിൽ ചീത്ത വെള്ളം മാത്രം ഇങ്ങനെ കെട്ടി നിൽക്കും. താഴെ നമുക്ക് വേണ്ട ആ പൊടി അടിഞ്ഞു വരും. അങ്ങനെ ഇത് റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ പൊടി താഴത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി വെള്ളം ഊറ്റി കളയാണ്. നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ താഴെ ഉള്ള ആ ഒരു പൊടിയാണ് നമ്മളിനി ഉണക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ 2 പാത്രത്തിൽ ഒഴിച്ച് വെച്ചത് കാരണം 2 പാത്രം ഉണക്കാൻ വെക്കണം. ഒരു പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രം മാത്രം ഉള്ളത് ഉണക്കാൻ വെച്ചാൽ മതി. ഇങ്ങനെ പാത്രത്തോടൊക്കെ തന്നെയാണ് ഞാനത് ഉണക്കാൻ വെക്കുന്നത്. ചിലരിത് ഈ പാത്രത്തിൽ നിന്ന് വടിച്ചെടുത്തിട്ട് വേറൊരു വെള്ളം മുണ്ടുക എന്തെങ്കിലും ഷീറ്റിൽക്കൊക്കെ ആക്കിയിട്ടും ഉണക്കാൻ വെക്കും. ഞാനിത് ഇങ്ങനെ ഈ പാത്രം ഇങ്ങനെ തന്നെ വെയിലത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിലൊരു വെള്ളം മുണ്ട് വിരിച്ചിട്ടാണ് ഉണക്കാൻ വെക്കുന്നത്. ഇതിപ്പം 2ാമത്തെ പാത്രം ഞാൻ വെച്ചതാണ്. അതിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയൊക്കെ അതിലേക്ക് മറ്റേ വലിയ ആദ്യത്തെ പാത്രത്തിലുണ്ടാവും. ഇതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, കാരണം ഇത് നമ്മൾ 2 തവണ ചെയ്തതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇനി ഇത് രണ്ടും ഞാനിത് ഉണക്കാൻ വെക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊരു വെള്ളമുണ്ട് വിരിക്കുന്നുണ്ട്. വെള്ളമുണ്ട് വിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ പൊടിയോ മണ്ണോ ഒന്നും വീഴാതിരിക്കാനാണ് വെള്ളമുണ്ട് വെക്കുന്നത്. അങ്ങനെ ഒരു 2-3 ദിവസം ഇതിങ്ങനെ ഉണങ്ങട്ടെ.
ഇത് ഉണങ്ങി വന്നതിന് ശേഷം ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിക്കുന്നുണ്ട്. പൊടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു ഫൈൻ പൊടി കിട്ടാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട ടൈപ്പിലാണ് ഉണ്ടാകുക. നല്ലൊരു ഫൈൻ പൊടിയാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് കണ്ട് പൊടിക്കണം. ഇതുണ്ടാക്കി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ. ഒരുപാട് കൂവ പറിച്ചുണ്ടാക്കിയാലാണ് കുറേ ഉണ്ടാകുക. അപ്പോൾ അത്രയൊക്കെ തന്നെ വിശേഷങ്ങളുള്ളൂ. നമുക്കിനി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.